കൽവിന്റെ തീരത്ത് പറഞ്ഞോ ആരും പെണ്ണുങ്ങളൊന്നും നോക്കലില്ലെന്ന് പറഞ്ഞോ. എനിക്ക് എത്ര ചാറ്റ് വരും, എത്ര കാര്യങ്ങൾ വരും. ആർക്കെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കലുണ്ടോ വെച്ചു. അപ്പൊ ഞാൻ വന്നിട്ട് ഞാനിങ്ങനെ ഡിലീറ്റ് അടിക്കും. ആ പരിഹാരം പറഞ്ഞു. പരിപ്പോടെ വാങ്ങിക്കോരെന്ന് പറയരുത്. മറ്റേ സിനിമയിലെ ദിലീപ് കൊണ്ടേ കൊടുക്കൂലേ. ഇപ്പൊ പറയും ഓല് പോവും. നല്ല മാത്രം പറഞ്ഞോ. നല്ലതെന്ന് പറയാനുള്ളൂ. തഗ്ഗായ ഉമ്മയെ നമുക്ക് കണ്ടാലോ. ഇപ്പൊ ഉമ്മ തഗ്ഗായിട്ട് അവിടെ ചോറ് വെച്ചോണ്ടിരിക്കുക. കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ വിളിക്കാം. നീ എന്റെ പെണ്ണാണോ. ഇപ്പൊ അഭിനയം മാത്രം പോരല്ലോ, ജീവിതമല്ലേ എന്ന് വിചാരിച്ചപ്പോ സങ്കടം ഉണ്ട് കേട്ടോ. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ചേച്ചിക്ക് പറയാനുള്ള ഗ്യാപ്പ് ഞാൻ കൊടുത്തില്ല. ഇനി ചോദിച്ചോളൂ. പാവം പേടിച്ചാട്ടോ ഒന്നും മിണ്ടാത്ത. നിങ്ങക്ക് ഇപ്പൊ മനസ്സിലായില്ല. അഹങ്കാരം കൊണ്ടല്ല, ജാട കൊണ്ടല്ല, ഇത് അവസ്ഥ. കാരണം എന്റെ വേറെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഒതുങ്ങി. കല്യാണത്തിന് മുന്നുണ്ടോന്ന് ചോദിച്ചാ ചേച്ചി എന്ത് പരിഹാരാണ്? ഒരു പരിഹാരം ഒന്ന് പറയൂ. പരിപ്പോടെ വാങ്ങിക്കോരെന്ന് പറയരുത്. മറ്റേ സിനിമയിലെ ദിലീപ് കൊണ്ടേ കൊടുക്കൂലേ. മറ്റേ സാരി വാങ്ങുമ്പോൾ പരിപ്പോടെ കൊടുക്കൂലേ. പാവം ഇരുന്ന് വിയർക്കുന്നുണ്ടോ? എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയോ പറയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഒരു 26-7 കിട്ടടാ. 35 വയസ്സായി എനിക്ക്. മോള് പോണെന്നാ പറയുന്നത്. ഇവളിപ്പോ വേറെ ആണ്ടപ്പം ആൽബം ചെയ്യുമ്പോ എനിക്ക് പറ്റൂല. ഇവളിപ്പോ ഞാൻ മറ്റുള്ള തൊടുകയാണ്. ഇപ്പൊ ഇവള് ചിന്തിക്കൂലേ, അതേ ചിന്തിച്ചുള്ളൂ. അവർക്ക് കൂളാവാ, കാമാവാ. നമ്മളിവിടെ ഒരു പുതിയ ലൈഫിലോട്ട് കളിക്കുകയാണ്. ഞാൻ പുതിയ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കൂളാവാൻ പറ്റൂല. അപ്പം നൗഫലിക്ക് ആൽബം സോങ് ഒക്കെ ചെയ്തിട്ടില്ലേ, പാടിയിട്ടില്ലേ? 2-3 അതിൽ ഒരെണ്ണം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ടൂണൊക്കെ വെക്കേണ്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ പാടുള്ളൂ. എനിക്ക് വേണ്ടി ഒരു പാടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചക്കരോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ എന്താണെന്നറിയോ? ഇല്ല, ഞാൻ ഇക്ക പാടി വെച്ച പാട്ട് ഞാനായിട്ട് ഓക്കെ മതി. കൽവിന്റെ തീരത്ത് നീയെത്തും നേരത്ത് തങ്കക്കിനാവിന്റെ കുടിലൊരുക്ക് പണ്ടത്തെ പാട്ടിന്റെ ശീലുണ്ടോ ചുണ്ടത്ത് തുമ്പപ്പൂച്ചേലുള്ള ചിരി നിനക്ക് കണ്ട മുതൽ കനവിൽ നീയോ കൊണ്ടു നടന്ന കനൽ തീയോ നേരാണോ നീയാണോ നീ എന്റെ പെണ്ണാണോ. ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ചേച്ചി ആസ്വദിച്ചിരിക്കുന്നു. ഈ ലൈനൊക്കെ എന്നെ കുറിച്ചാണോ പാടുന്നത് എന്നൊക്കെ അല്ലെ ആസ്വദിച്ചൊക്കെ ഇരിക്കില്ലായിരുന്നോ? എനിക്ക് മനസ്സിലായി, ഫേസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സിനി ചേച്ചിക്ക് നൗഫൽ എന്ന് പറഞ്ഞ ഹസ്ബൻഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ പറയാ, നല്ല മാത്രം പറഞ്ഞോ. നല്ലതെന്ന് പറയാനുള്ളൂ. എല്ലാം പറയാം. ഇല്ല ചേച്ചിയാ പറയാനുള്ളത്. ഇല്ല നൗഫലിക്ക് ഇതിന്റെ റോളില്ല. ചേച്ചിയെ ഇല്ല ഇവിടെ കേൾക്കണം. എന്താ വെച്ചാൽ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ ഭാര്യ ഇരുന്ന് സ്വന്തമായിട്ടിരുന്ന് പറയുന്ന എന്നെ കുറിച്ച് പറയുന്നത് ക്യാമറ മുന്നിൽ ആരും നല്ലല്ലേ പറയുള്ളൂ. ഇല്ല ചക്കര ചേച്ചിയുടെ കാര്യങ്ങൾ നെഗറ്റീവും പറയാൻ അല്ല നെഗറ്റീവ് അല്ല. എന്താണ് നൗഫൽ എന്ന് പറയുന്ന ഹസ്ബൻഡ്, അതിപ്പോ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയാം. കയ്യും കാലക്കുള്ള ഒരാളാന്ന് ഇല്ല എന്താ പറയാ, എന്താ വെച്ചാല് എനിക്കിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പറയണമെന്നില്ല. എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലാവും എന്തേ ഒരു പ്രശ്നം ഉണ്ട്. അതാരും മുഖം കണ്ടാലും മനസ്സിലാവൂലേ? അതല്ല, അത് അങ്ങനെ മനസ്സിലാക്കും. അതിനുള്ള പരിഹാരം കണ്ടുതരും. എന്ത് പരിഹാരാണ്? ഒരു പരിഹാരം ഒന്ന് പറയോ. ആ പരിഹാരം പറഞ്ഞു. പരിപ്പോടെ വാങ്ങിക്കോരെന്ന് പറയരുത്. മറ്റേ സിനിമയിലെ ദിലീപ് കൊണ്ടേ കൊടുക്കൂലേ. മറ്റേ സാരി വാങ്ങുമ്പോൾ പരിപ്പോടെ കൊടുക്കൂലേ. അതുണ്ട് കേട്ടോ. ഹോട്ടൽ തെറ്റി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാണ്ടോ. ഇവള് വണ്ടിയിൽ തെറ്റിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരെ ഫർസേ കൊണ്ടുപോയിട്ട് അവിടുന്ന് ബിരിയാണി വാങ്ങിച്ചെടുത്ത് കൊടുക്കും. അല്ല ചിലപ്പോൾ ബിരിയാണിയുടെ തെറ്റിലുണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല.
പരിപ്പടയ്ക്ക് പകരം ബിരിയാണി അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണ് പറയും കേക്കട്ടെ. പറഞ്ഞോ ആരും പെണ്ണുങ്ങളൊന്നും നോക്കലില്ല എന്ന് പറഞ്ഞോ? അത് പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ, പറഞ്ഞു പറയിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്റെ സോഷ്യൽ മീഡിയ അല്ലേ, എനിക്ക് എത്ര ചാറ്റ് വരും, എത്ര കാര്യങ്ങൾ വരും. ആർക്കെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കലുണ്ടോ വെച്ചു? ഉണ്ടോ? അപ്പൊ ഞാൻ വന്നിട്ട് ഞാനിങ്ങനെ ഡിലീറ്റ് അടിക്കും. വരുന്ന എല്ലാ മെസ്സേജും ഡിലീറ്റ് ആക്കണമെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ത്യന്ന് ഒരിക്കലും അങ്ങോട്ട് മെസ്സേജ് ആർക്കും പോലുണ്ടാവില്ല. ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ എന്താക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇപ്പൊ ആണോ പെണ്ണോ അവരിങ്ങോട്ട് വരുമ്പോ നമ്മൾ എന്താക്കും, ഒരു ഹലോ അടിച്ചു, ഒരു ഹായ് അടിക്കും, അത്രേ ഉള്ളൂ. അല്ല ഇന്ത്യന്ന് അങ്ങോട്ട് ഒന്നും അങ്ങനെ പോക്കില്ല. കാരണം ഇവളൊക്കെ എടുത്ത് നോക്കുന്നത് എനിക്ക് ഉറപ്പാ. പാവം പേടിച്ചാട്ടോ ഒന്നും മിണ്ടാത്ത. നിങ്ങക്ക് ഇപ്പൊ മനസ്സിലായില്ല, അഹങ്കാരം കൊണ്ടല്ല ജാട കൊണ്ടല്ല, ഇത് അവസ്ഥ പെട്ടിരിക്ക ആള്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിയില്ല. കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഒതുങ്ങി. കല്യാണത്തിന് മുന്നുണ്ടോന്ന് വെച്ചാ ചെറുതായിട്ട്. അപ്പം അറേഞ്ച് മാരേജ് ആണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ അറേഞ്ച് മാരേജിലേക്ക് ശരിക്കും ഇങ്ങനെ ലവ് ചെയ്ത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ലവ് ചെയ്ത് കല്യാണം കഴിക്കണം എന്നുണ്ടാവുന്നില്ല. കല്യാണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ശരിക്കും സത്യം പറഞ്ഞാൽ. കാരണം എന്റെ വേറെ ആയിരുന്നു. അതായത് കൂലിപ്പണി, കല്ലെടുക്കുക. ചേച്ചി ഇപ്പോഴും ഇവളോട് ചോദിച്ചു നോക്ക്, എനിക്ക് ഞാനൊരു ഇപ്പൊ വാപ്പയാവാൻ പോകുന്ന പറഞ്ഞു. ഇപ്പൊ തന്നെ പറയുന്നത് നിങ്ങളെയാണോ വാപ്പയാവുന്നത്. അതായത് ഞാൻ ഇപ്പോൾ കുറച്ചു നേരം ഇപ്പൊ പെങ്ങളെ കുട്ടികളൊപ്പം ഞാൻ കളിക്കൂ. അതായത് നമ്മുടെ ഇത് അങ്ങനെയാണ്. കുട്ടികളി മാറിയിട്ടില്ല, കുട്ടികളി മാറിയിട്ടില്ല. ഏകദേശം കണ്ട എത്ര ഏജ് ഉണ്ടാവും നൗഫലിക്ക്? എത്ര, ഒരു 26-7 അല്ലേ? ആണോ? കിട്ടലാ 35 വയസ്സായി എനിക്ക്. മോള് പോണെന്നാ പറയുന്നത്. അതിപ്പം പറയുവാണെങ്കിൽ ഒരുപാട് പേര് കമന്റ്സ് ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ഇടാറുണ്ടോ? ഇങ്ങനെ ഇടാറുണ്ടല്ലേ? പക്ഷെ അതിലൊന്നും കാര്യമില്ല നൗഫലിക്ക. നമ്മുടെ ഫാമിലി നമ്മളല്ലേ ചൂസ് ചെയ്യാ. അതെ, പാവം ഇരുന്ന് വിയർക്കുന്നുണ്ടോ? എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയോ പറയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ചേച്ചി? ഇല്ല, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂല് അതേറ്റപ്പോ അതായിട്ട് അതിന് ടെൻഷൻ ഉണ്ടോ? നിജാസിക്കയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തായിരുന്നു. അവര് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടിരുന്നു ചെയ്തു. അവരുടെ കാര്യങ്ങൾ പലതും ഒരു പുതിയ ലൈഫിലോട്ട് കളിക്കുകയാണ്. ഞാൻ പുതിയ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് കൂളാവാൻ പറ്റൂല. ഇല്ല, 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അതേ ഇന്റർവ്യൂ അവിടെ പോയിരിക്കണം. അപ്പോൾ കൂളാണോ കാമാണോ എന്നൊക്കെ പറയണം. ഇത് നിജാസിക കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും പരിഹാരം ഇതിൽ ഉണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നൗഫലിക്ക പറഞ്ഞ കണക്ക് ഇവരുടെ ഹൈറ്റിന് ഇഷ്യൂസ് കാരണം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യമാണ് എന്താണ് പുളിങ്കൊമ്പിൽ പിടിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ, ഞാൻ അവരോട് വെച്ചപ്പോൾ ഒരു ഉത്തരം എനിക്ക് തന്നു. നൗഫലിക്ക എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? പുളിങ്കൊമ്പിൽ പിടിക്കുക അത് ഒരു യോജിപ്പില്ലാത്ത കാര്യമാണ്. നമുക്ക് അവര് പ്രേമിക്കുന്ന ടൈമില് പറയല്ലോ പുളിങ്കൊമ്പാണോ എന്താണോ എന്ന് ഉള്ള കാര്യം. പിന്നെ ഹൈറ്റിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് അതും അവരെടുത്ത ചോയ്സാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുമിച്ച് ജീവിക്കുന്നത് അവരാണ്, ഒരുമിച്ച് നടക്കുന്നത് അവരാണ്, ഇനി ഒരുമിച്ച് യാത്രകൾ അവരാണ്, ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നതും നോക്കുന്നതും അവരാണ്. അപ്പൊ അവരാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അത് ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഞങ്ങൾ ആര് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. പിന്നെ നമുക്കൊന്നും അതിൽ പറയാനില്ല. പിന്നെ പറയുന്നവരെ വായൊന്നും നമുക്ക് എല്ലാരെയും കെട്ടാൻ കഴിയൂല. പറയുന്നവരെ അവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നമ്മളൊരു നാണയത്തിന് 2 വശം. ഒന്ന് നല്ലതും ഉണ്ടാവും, ഒന്ന് ചീത്തതും ഉണ്ടാവും. അപ്പൊ നമ്മൾ നല്ലത് തെരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോവാ. അങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. ഞാൻ കാണിച്ചേക്കട്ടെ, നിങ്ങളുടെ കമന്റ്സിൽ ഏറ്റവും നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള ഒരു കമന്റ്സിൽ ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരൊറ്റ കമന്റ് ഉണ്ടാവും. കുറെ കമന്റ് ഉണ്ടാവും. ഇപ്പൊ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് ആണ്. അതായത് ഉമ്മയും മരുമോളും ഉണ്ടെന്നില്ല, അത് ഉമ്മയും മരുമോളും തെറ്റിക്കുകയാണ്. അതായത് ആ ഒരു കമന്റ്സ് വന്നാൽ തന്നെ നമ്മുടെ ലൈഫ് പോയി. കാരണം പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരവരെ വീട്ടിൽ പോകും. പിന്നെ ഇവിടെ ജീവിക്കുന്നത് ഉമ്മയും മരുമോളും കുട്ടികളും വാപ്പയും അങ്ങനെ വരും. അവര് വിരുന്ന് വരും, അത്ര. അപ്പൊ അധികം കാലം ഇവര് നിൽക്കുമ്പോ ഇവർക്കിടയിൽ ഒരു ഇതുണ്ടാക്കാനുള്ള കമന്റ്സ് വരുന്നുണ്ട്. ആ കമന്റ്സ് ഒരാള് കമന്റ്സ് ഇടുമ്പോ ഈ ചിലപ്പോ നമ്മൾ നല്ലതാന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടി ആ കമന്റ്സ് കാണും. ആ കമന്റ്സ് കാണുമ്പോൾ ഇതന്നെയാണോ നോക്കാൻ വേണ്ടി ആ വീഡിയോ കാണും. ചിലപ്പോ ആ വീഡിയോ ചിലപ്പോ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം. അപ്പോൾ ആ കമന്റിലൂടെ ഇവര് ചിന്തിക്കുക. അപ്പൊ അവരുടെ മൈൻഡിലും എന്തായി, ഇവര് മുണ്ടാത്ത ആൾക്കാരാണ്. അങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞ അവസാനം ഇവരുടെ ഫാമിലിയിലെത്തി, എന്താ എന്റെ അമ്മായിമ്മ മുണ്ടലില്ലേ, ഇവർക്ക് നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുക, എന്താണ് പ്രശ്നം, അവിടെ പോയിട്ട് ഇങ്ങനെയാണോ. ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഫാമിലി, നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെടുക. ആ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടാണ്. അല്ലാതെ നമ്മൾ അങ്ങനെയാണ് പൈസക്ക് വേണ്ടി എന്ത് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. കാരണം നമ്മുടെ ലൈഫാണ്, നമ്മൾ
പക്ഷെ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോ കുടുംബം കലങ്ങുമ്പോ ഭയങ്കര നമ്മള് സമാധാനം കുടുംബത്തിൽ നിന്ന് നമ്മള് കണ്ടെത്തുന്നത്. അപ്പൊ സിനി ചേച്ചി പറ, മിണ്ടാറുണ്ടോ ഇപ്പൊ പറയണ ആൾക്കാരോട്? എന്താ പറയാനുള്ളത്? അത് ഇന്ന് ഞാൻ മിണ്ടിച്ചിട്ട് ഇന്ന് ഉമ്മയും മോളും ഉമ്മോക്കൽ തന്നെ വീഡിയോ. അതായത് ഇനി അത് കണ്ടോട്ടെ. അതായത് നമ്മള് 10 മിനിറ്റിലെ വീഡിയോ അല്ല ഒരിക്കലും ഒരാളുടെ ലൈഫ്. അതെ, അത് തന്നെയാണ് ചക്കരയും വെറുതെ കേട്ടോ. 10 മിനിറ്റ് ഇതില് ചിലപ്പോ ഒരു വർത്താനം പറഞ്ഞിരിക്കും, ഉമ്മയും ചിമ്പിളും എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കും. ചിലപ്പോ ആ നേരത്തെ ഞാൻ ക്യാമറ പിടിക്കൂല. ചിലപ്പോ അടുക്കളയിൽ പോകുന്ന ടൈമിലോ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് തോന്നുക. അപ്പൊ ആ കണ്ടന്റിൽ ഞാൻ സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഞാൻ തരുന്നില്ല, ഞാൻ സംസാരിച്ചേണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ കാര്യം കിട്ടിക്കാണ് ഞാൻ സംസാരിച്ചു. അപ്പൊ വ്ളോഗിൽ എന്താവും, ഇവർക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും, ഞാൻ തന്നെ ആവും. അപ്പൊ ഒരു വിചാരിക്കും ഉമ്മയോട് മുണ്ടുന്നില്ല, ഇവിടെ മുണ്ടുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുക്കൂല. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മെയിൻ പ്രശ്നം നൗഫലിക്കാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മനസ്സിലായി. എന്നാ നൗഫലിക്ക തമ്മിലടിപ്പിക്കാണ് നൗഫലിക്ക. പറഞ്ഞത് രണ്ട് സ്ഥലത്തുണ്ടെന്ന് ക്യാമറ വെച്ചാ പിന്നെ എങ്ങനെ കാണാനാണ് ഇവരെ കൂടി? അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പൊ ഇവര് തമ്മിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, ഇവര് ഹാപ്പി ആയിട്ട് പോവാണ്. പ്രശ്നമൊക്കെ നൗഫലിക്കാണ്, പുള്ളിയാണ് 2 സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കാണാത്തത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനിയിപ്പോ കമന്റ് വരുന്നത് എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണ് സത്യം. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ചക്കരയുടെ കല്യാണത്തിന് നാത്തൂൻ ചക്കരയോട് യാത്ര പറയാത്തത്? അല്ലെങ്കിൽ ചക്കര ഏറ്റവും കൂടുതൽ കരഞ്ഞതോളാവും. അങ്ങനെ വേറൊരു ടോക്ക് ഉണ്ട്, പക്ഷെ ഇതിനുള്ള ആൻസർ തരും. എന്താണ് ഇതൊരു കമന്റ് ഇട്ട ഒരാളുടെ കേട്ടോ ഞാൻ പറയണത്. എന്നോട് യാത്ര പറയാതെ ഇറങ്ങി ഇത്ര അഹങ്കാരം എന്തിനാ ചക്കരക്കെന്ന് ചോദിച്ച കുറച്ച് കമന്റ്. ഓളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞത്, ഓളെ മുഖത്ത് നോക്കി കഴിഞ്ഞാല് ഓൾക്ക് പല ആറ്റിറ്റ്യൂഡാണുള്ളത്. ചിലപ്പോ ഭയങ്കര ദേഷ്യവും, അതിന് ആള് ഫുൾ പാവാണ്. അതായത് ഓളെ മൈൻഡിൽ ഒന്നും ഉണ്ടാവൂല. പക്ഷെ ചിലപ്പോ ചില ക്യാമറ ഫേസില് ഓരോരുത്തർക്ക് ഓരോ ക്യാമറ ഫേസ് ഇന്നെ കണ്ട ചിലപ്പോ സാധു എന്ന് പറയും, പക്ഷെ എന്റെ സ്വഭാവം പക്ക പെടുക്കാം. അങ്ങനെയല്ല, പക്ഷെ ഓളെ ഫേസിൽ എന്താണ് ഒരു ദേഷ്യമൊക്കെ ഉള്ള ഒരു ഫേസാണ്. അപ്പൊ ആളുകള് അത് കണക്കാക്കിയിട്ട്, കാരണം ആളുകൾ കാണുന്നതേ പറയാൻ കഴിയുള്ളൂ. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കമന്റ് നമ്മള് പബ്ലിക്കിൽ ഒരു വീഡിയോ ഇടുമ്പോ അതിനെതിരെ റിയാക്ഷൻ വരും എന്നുള്ളത് ഷുവറാണ്. അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നിൽക്കുക. എനിക്കൊരു കാര്യം ചോദിക്കാം, ആ വ്ളോഗ് എടുത്ത ആരാണ് കരയുന്നത്? നിങ്ങൾ തന്നെയാണോ എടുത്തത്? അപ്പൊ പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, അതാ പറയാ 2 സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് കുറ്റം വരുന്നത് മൊത്തം സിനി ചേച്ചിക്കാണ്. താണോ നൗഫലിക്ക? അഡ്ജസ്റ്റ് ചെയ്തോന്ന് അല്ലേ? പിന്നെ അത് മാത്രല്ല, ഇപ്പം പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പം കൊല്ലം വരെ പോവാനുള്ള ഒരു ആരൊന്നും പറഞ്ഞിട്ടില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തത്. കാരണം നമ്മൾ തന്നെ ഓൾറെഡി നമുക്ക് ശരീരം ഒക്കെ ഓക്കെ ആ ആളുകൾ തന്നെ അവിടെ പോയി ഇങ്ങോട്ട് എത്തുമ്പോ എന്തായാലും പറ്റ ടയർഡാവും. അപ്പൊ ഓൾറെഡി ഇവള് ഈ ഒരു സിറ്റുവേഷനില് ബസ്സിലും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആകെ പറയണ്ടല്ലോ. അഥവാ ഇപ്പൊ 8 മാസം 2 ആഴ്ചയും കഴിഞ്ഞൂലേ? 8 മാസമായി. ഇപ്പൊ ആണെങ്കിലും വേദന വരാൻ എന്ത് സംഭവിക്കാം. അപ്പൊ ആ ഒരു ടൈമില് നമ്മള് കൊല്ലത്തേക്ക് യാത്ര, സത്യം പറഞ്ഞ ഫാമിലിയിലൊന്നും, അതായത് വലിയൊരു ഇതുണ്ട്, നിങ്ങളെ ധൈര്യം എന്നാ പറഞ്ഞത്. ഇവൾക്കാണെങ്കിൽ ഞാൻ ആകെ ഉള്ളൊരു നാത്തൂനും, അതിന് കൂടുമ്പോ ഈ കല്യാണമല്ല. ഞാൻ ആകെ ഭയങ്കര പ്രതിസന്ധിയിലായി. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ വണ്ടി എടുത്ത്, ഞാൻ കാർ എടുത്ത്, ഇവര് 4 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഞാൻ 1 മണിക്ക് മുന്നേ ഇറങ്ങി. പോണ വഴിക്കൊക്കെ ഒരു 2 മണിക്കൂർ ഉറങ്ങി 12 മണിക്ക് അവിടെ കൊല്ലത്തെത്തണേ. അങ്ങനെ വരുമ്പോൾ ഇത്രയും ഡെഡിക്കേഷൻ കൊടുത്ത് വന്നിട്ടാണ് പറയുന്നത് അല്ലേ? അതാ ഇപ്പൊ മനസ്സിലാണ് നിങ്ങക്ക് ഇവര് തമ്മിൽ ഒരു പ്രശ്നമില്ല, നിങ്ങളായിട്ട് ഇനി ഉണ്ടാക്കാതിരുന്നാ മതിയല്ലേ? ഉമ്മ എതിർത്തിരുന്നോ? ഏതുമ്മ? നൗഫലിക്കട പറഞ്ഞിട്ടുണ്ടായിനി. അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, എന്തായാലും പറയല്ലോ അങ്ങനെയുള്ള ടൈമില് കൊണ്ടുപോകണ്ട പറഞ്ഞ നിങ്ങളെ ഇഷ്ടം, അതുകൊണ്ട് പോയി. അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ്. ഇങ്ങനെ അല്ലേ ഈ ഒരു സമയത്ത് പോവാനൊക്കെ, പോയി വരാന്നുള്ള ബുദ്ധിമുട്ടില്. ഇപ്പൊ ഒരു പക്ഷേ ഈ ഒരു റിലേഷന് നൗഫലിക്ക സമ്മതിച്ചില്ല, എന്ത് ചെയ്യുമായിരുന്നു ചക്കര? അല്ല, അത് ഉമ്മാനോട് അവള് പറഞ്ഞേക്കണേ, ഒന്നില്ലെങ്കിൽ ഞാൻ കെട്ടാതെ ഈ വീട്ടിലിരിക്കും, നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് ഇരിക്കുന്നോള് പറഞ്ഞിരുന്നു. ക്ലീശാണല്ലോ ഈശ്വര എല്ലാവരും പറയണേ. അല്ല വീണിരുന്നോ? ഈ ഒരു സെന്റൻസിൽ വീണിരുന്നോ? ഉമ്മ വീണ് വീഴൂല. ഞാൻ വീണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് അടവും പഠിച്ചിരിക്കുന്ന ഞാൻ വീണത് എവിടെ വെച്ചാൽ ഉമ്മ വീണപ്പോഴാണ് ഞാൻ വീണത്. ഇങ്ങനെ കൊടുത്താളാ, അവിടെ പോയി ജീവിക്കുകയാണെങ്കിൽ ജീവിതം ഇത്ര അനുഭവിച്ചല്ലേ, പോയിക്കോട്ടെ,
അപ്പൊ അതില് പോയി ഞാന്. ഉമ്മയ്ക്കാണ് കേട്ടോ ആദ്യത്തെ താങ്ക്സ് പറയണ്ടേ. നിജാസിക്കിന്റെ ഇത് സംബന്ധിച്ച് ഉമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു ചക്കരനെ എടുത്ത് കിട്ടും. കാരണം മറ്റുള്ള അവിടെ പോയപ്പോ ഉമ്മ പറഞ്ഞു ഇതിനെങ്കിലും എടുത്ത് കിട്ടിക്കുന്നത് അവിടെ 5 മണിക്കൂറുള്ളൂ, ഇവിടെ 9 മണിക്കൂറാണ്. നേരെ അത് പറഞ്ഞു ഇനി ഒരു കുട്ടിയും പാടുണ്ടെങ്കിൽ അതിനെ ഡൽഹിക്ക് കെട്ടിക്കാന്നു പറഞ്ഞു. അല്ല ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിനും ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് നേരെ ചെന്നൈക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ ഞാൻ ഓരോട് രണ്ടാളും പാടെ പറഞ്ഞു ഒരാൾ ഇങ്ങോട്ട് വരിക, ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വരിക, അങ്ങനെ നമ്മൾ ഒറ്റ ട്രിപ്പിൽ കൊണ്ടുവരാലോ. ഇവിടുന്ന് ഒരാൾ കൊണ്ടാക്കുക, അവിടുന്ന് ഒരാളെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഫാദറിന് വയ്യാന്ന് പറഞ്ഞല്ലേ, എന്താണ് ശരിക്കുള്ള അസുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുടലില് ഫുഡ് നേരങ്ങളിൽ കഴിക്കാനായിട്ട് നമ്മൾ അൾസർ ഉണ്ടാവുമല്ലോ, അത് 100% ആൾക്കാർക്ക് അത്ര ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. സാധാ അൾസർ ആണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആയി വരും. ഇത് അതല്ല, അതായത് കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കഷ്ടി കല്യാണത്തിന്റെ 2 ആഴ്ച മുന്നേ വരെ ഹോസ്പിറ്റൽ കേസാണ് നമുക്കുള്ളത്. 30 ദിവസം നമ്മൾ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞ് ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇപ്പോഴും പ്രോപ്പർ മാറിയിട്ടില്ല. അതായത് ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വന്നപ്പോ തന്നെ ഛർദിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം അപ്പൊ കഴിച്ചിട്ടേ ഉള്ളൂ, ആ കഴിച്ചതാണ് പിന്നെ ഛർദിക്കുന്നത്. ഗുളിക ഉണ്ട്, ആ ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആക്കണ്ടാവും. അതായത് ഇങ്ങനെ മാറി വരണം. ഇനി അടുത്ത ട്രീറ്റ്മെന്റ് എന്താന്നുള്ള സെക്ഷൻ നോക്കണം. അപ്പൊ അങ്ങനെ കല്യാണത്തിരക്കില് ഉള്ള ഒരു ചക്കരയുടെ കല്യാണമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ചക്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ഓർമ്മ ആൾക്കുണ്ട്. പോയപ്പോഴാണ് അച്ഛന് മനസ്സിലായതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് ഞാൻ വന്നെന്ന് മനസ്സിലാക്കി. സോഡിയത്തിന്റെ കുറവുണ്ടാവില്ല, ഭയങ്കര ചിലപ്പോ സോഡിയം അപസ്മാരമുള്ള ആളാണ്. അപ്പൊ അപസ്മാരം വരുമ്പോ കുറച്ച് നേരത്തിനും 2 ദിവസത്തിനൊന്നും ഒരു ബോധം ഉണ്ടാവില്ല, നമ്മളെന്നെ തിരിച്ചറിയൂല. അപ്പൊ ആ ഒരു ടൈമില് ആ ഒരു അപസ്മാരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാകും കാര്യങ്ങളൊക്കെ നടക്കാണല്ലേ. അപ്പൊ വീട് പണി എന്ന് പൂർത്തിയാവും നഫ്ലിക്ക? വീട് പണി ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഏകദേശം നമ്മളെ തേപ്പെല്ലാം കഴിഞ്ഞ്, പിന്നെ സ്ട്രക്ചറിന്റെ പരിപാടി കഴിഞ്ഞ്, വൈറ്റ് സിമെന്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇനിയാണ് പൈസ വരും, കാണൂല. അതായത് നിലം പണി, അതേമാതിരി വയറിങ്, പ്ലംബിങ് കാര്യങ്ങളൊക്കെ ഇഞ്ഞാണ്, ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇഞ്ഞാണ് വരാള്. അപ്പൊ അതിന്റെ ഘട്ടത്തിലേക്ക് ഇന്നുണ്ട്, ഡെലിവറി ഒക്കെ കൂടെ വീഴ്ചാണ്, എല്ലാം കൂടി ഇങ്ങനെ തലയ്ക്കും ഇത് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ വലിയൊരു കാര്യം നടന്നല്ലോ. കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഒരു കുറവുണ്ടായി. നമ്മൾ ആ ഹോസ്പിറ്റൽ കേസ് വന്നപ്പോ ആകെ തളർന്നു പോയായിരുന്നു. കാരണം ഈ 2 ആഴ്ച കൂടെ എന്തൊക്കെ ചെയ്ത് തീർക്കാണ്ട് അധികം ആൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു കല്യാണം ഇങ്ങനെ ആവട്ടോ, ഞങ്ങൾക്കൊന്നും വരാൻ കഴിയൂല. പക്ഷെ പറഞ്ഞ ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഞാനൊരു 1300 ആളുടെ കല്യാണം വിചാരിച്ചത് 1700 പേര് വന്നിട്ടുണ്ട്. ഫുഡ് എല്ലാവർക്കും കറക്റ്റ് തികഞ്ഞ് കുറച്ച് ബാക്കിയായി. എല്ലാ തലേ ദിവസം മൈലാഞ്ചി കല്യാണമായിട്ടും പിന്നെന്താ 3 ദിവസത്തെ കല്യാണം തലേദിവസം ഉണ്ടായിരുന്നു. എല്ലാം മംഗളായിട്ട് ഈ ഒരു വരയില് ഒരു ഒരു സാധാ പണ്ടത്തെ വീട്ടിലെ കല്യാണങ്ങൾ ഉണ്ടാവില്ലേ, മൈലാഞ്ചി കല്യാണം, ആ ഒരു ടൈപ്പ് ഇവിടെ ആക്കി ഓഡിറ്റോറിയത്തിൽ നല്ല അടിപൊളിയാക്കി നടത്തി കല്യാണമൊക്കെ. അപ്പൊ കല്യാണത്തിന് ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു അല്ലേ? ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നു നഫ്ലിക്ക ഇങ്ങനെയൊക്കെ വരുന്ന? ഇങ്ങനെയൊക്കെ വരുന്ന സത്യം പറയും അതിനേക്കാളും വൈറലായ കല്യാണമാണ് ഇന്ത്യ പള്ളി കല്യാണം. അന്ന് ഏകദേശം 70ന്റെ മുകളിൽ യൂട്യൂബേഴ്സ് തന്നെ വന്നിട്ടുണ്ട് കല്യാണത്തിന് വിഷ്വൽ എടുക്കാൻ. അത്ര തന്നെ ഇത് വന്നിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ ഇതിന് നല്ലൊരു ഹൈപ്പ് കിട്ടി കല്യാണത്തിന്. അപ്പൊ വീട് പണിയും ഡെലിവറിയും എല്ലാം ഇങ്ങനെ ഉഷാറായിട്ട് നടക്കട്ടെ. ആൽബത്തില് അപ്പോ അഭിനയിക്കാൻ പ്രത്യേകം പറ്റട്ടെ. നൗഫലിക്ക് എന്താ പറഞ്ഞ ഷോർട്ട് ഫിലിം അല്ലേ, ഷോർട്ട് ഫിലിമില് മീൻസ് ഗേൾസ് ഇല്ലാത്ത ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ. അത് വേണ്ടാന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാനല്ല കേട്ടോ ഉത്തരവാദി, നൗഫലിക്ക് തന്നെയാണ്. അപ്പോ എന്താണ് ഇനി ഒരുപാട് ഫാമിലി ക്രിയേറ്റ് ചെയ്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.